ആദ്യം ഇഷ്ടപ്പെട്ട പടമാണല്ലോ. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്? അതേക്കുറിച്ചാണ് ഇപ്പോൾ പല ചർച്ച നടക്കുന്നത്. മേക്കിംഗ് നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ പറയേണ്ടതല്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് അംഗീകരിച്ചിരിക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. രീതിയിൽ ആ തരത്തിലൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഹോളിവുഡ് രീതിയിലൊക്കെ തന്നെ അതിനെ വെല്ലുന്ന തരത്തിലുള്ള ഹോളിവുഡിനെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിംഗ് ഒക്കെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള മികച്ച മേക്കിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഡെഫിനറ്റ്ലി. നിങ്ങൾ കണ്ടോ പടം? കണ്ടോ? കാണാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അതെയോ? താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു ഭയം ഉണ്ടായിരുന്നു? ഭയം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കുള്ള ഫ്രീഡം കിട്ടിയല്ലോ. സാധാരണ ഫ്രീഡം കിട്ടാതെ ഒരാൾ കൈകെട്ടി വെച്ച് ഇതുപോലെ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഭയമുണ്ടാകുന്നത്. ഇത് എന്നെ ഞാനായിട്ട് തന്നെ ഇറക്കി വിട്ടു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ആ എടുത്ത ഡിസിഷൻ ഇവിടെ സക്സസ്ഫുൾ ആയി കണ്ടപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെ, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാൻ അതെ തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും. അപ്പം തന്നെ മ്യൂസിക് തിയേറ്ററുകൾ അങ്ങനെ തൂത്തുവാരി കേൾക്കുമ്പോൾ സന്തോഷം. അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ വലിയ സന്തോഷത്തിലാണ്. സംഗീത സംവിധായകനടക്കമുള്ള ആളുകൾ എല്ലാവരും തിയേറ്ററിൽ ആ ആവേശം കാണുമ്പോൾ അവർക്ക് ആർക്കും തന്നെ ആ ഒരു ആവേശത്തിൽ നിന്നും ഒട്ടും വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് മുഴുവൻ ക്രൂവും ഈ കവിതാ തിയേറ്ററിലെത്തിയിരുന്നു. അവരുടെ ഒരു സംഘത്തെ ഒരാളെ പോലും വിട്ട് മാറ്റി നിർത്താതെ മുഴുവൻ ആളുകളെ ഈ തിയേറ്ററിലേക്ക് എത്തിക്കാനും അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്.